ഗൈസ്, ബറൂസ് കണ്ടു. ഗാർഡിയൻ ഓഫ് ട്രഷർ എന്നാണ് മൂവിയുടെ ഫുൾ നെയിം. മൂവിയുടെ സ്റ്റോറിക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു അമ്മൂമ്മ കഥയാണ്. നിധി കാക്കുന്ന ഭൂതം വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നു ഒരു ആളിന് വേണ്ടി. അവസാനം വരുമ്പോൾ ഒരു സാധനം എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. ഇതാണ് മൂവി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ വരുന്നു. ഞാൻ 3Dക്ക് വേണ്ടിയാണ് പടത്തിന് പോയത്. ഇതിൻ്റെ സ്റ്റോറി ലൈനൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് എങ്ങനെയാണ് പടത്തിൻ്റെ ബലമെന്ന്. ഞാൻ 3Dക്ക് വേണ്ടി പോയി. അതെനിക്ക് മുതലായി. കാര്യം 3D നൈസ് ആയിരുന്നു. ആൻഡ് ഇതിനകത്ത് സന്തോഷി ആ മനുഷ്യൻ എന്ത് ഫ്രെയിം എടുത്ത് ചെയ്യുന്നത് എൻ്റെ അമ്മോ ഭയങ്കര കിട്ടില്ല. ഓരോ ഫ്രെയിമും ഭയങ്കര നൈസാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ലാലേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാം ഒരുവിധം എല്ലാം ഫോറിനേഴ്സാണ്. ഇവരെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 100 രൂപ തന്നെ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2000 രൂപയുടെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് ആ പടത്തിൽ. അതാണ് ഏറ്റവും മൊണ്ണയെന്ന് പറഞ്ഞാൽ ജാതി മൊണ്ണ സാധനം. ഒന്നും പറയാനില്ല. പിന്നെ ഇതിലെ സോങ്സുകൾ കച്ചറ കുമ്മ സോങ്ങുകളാണ്. അതിൽ ഒരുവിധം എനിക്ക് തോന്നുന്നു 2 പാട്ടങ്ങനെ ഞാൻ ആ കൂടി ശ്രദ്ധിച്ചിരുന്നു. 2 പാട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അതിൽ ലാലേട്ടൻ പാടിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഒന്നും പറയാനില്ല എനിക്ക്. സോ 3D നൈസാണ്, 3D നല്ലതാണ്. ബാക്കി എല്ലാം മണ്ണ. പിന്നെ ഇത് കംപ്ലീറ്റ് ഗോവയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ട്രിപ്പ് പോയ സ്ഥലം ഉണ്ടല്ലോ, ഓൾഡ് ചർച്ച്, അവിടെയാണ് കംപ്ലീറ്റ്. അതിനകത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ ഇൻഡോർ, ഔട്ട്ഡോർ ഇല്ല ഈ പടത്തെ. 3D നൈസാണ്. വേറെ എല്ലാം മൊണ്ണയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. 3D പാർട്ടിക്കിളൊക്കെ ബാക്കിയെല്ലാം കാണിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചത്. അപ്പം ശരി, ബൈ.